ദില്ലിയിലെ തെരുവുനായ ശല്യത്തിൽ ഇടപെടലുമായി സുപ്രീംകോടതി. എല്ലാ തെരുവുനായകളെയും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് സുപ്രീംകോടതി. നടപടിയെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു സംഘടനയും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ്. സിബി ജോസഫ് ചേരുകയാണ്. സിബി, വിവരങ്ങൾ. ഇപ്പോൾ ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ പ്പിച്ചത്. ഇതിൽ പ്രധാനമായും ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ടുള്ള കടിയേൽക്കുന്ന സംഭവങ്ങളും പേവിഷബാധയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു ഈ ഒരു സുപ്രീം കോടതി ഉത്തരവ്. അതായത് രാജ്യതലസ്ഥാനത്തുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റണമെന്നൊരു നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. ഈ നടപടിയെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു സംഘടനയെയും കർശനമായ നടപടി നേരിടേണ്ടി വരും. മൃഗസ്നേഹികൾക്ക് പേവിഷബാധ ഏറ്റവരെ തിരികെ കൊണ്ടുവരാനാകുമോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. കൂടാതെ തെരുവ് നായകളെ ദത്തെടുക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ നായകളുടെ എല്ലാം തന്നെ കടിയേൽക്കുന്ന സംഭവങ്ങളും പേവിഷബാധ മൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം മാത്രമേ കേൾക്കുകയുള്ളൂ എന്നും മൃഗസ്നേഹികളുടെയോ മറ്റ് കക്ഷികളുടെയോ ഹർജികൾ പരിഗണിക്കില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പൊതു താല്പര്യം മുൻനിർത്തിയാണ് ഇത് ചെയ്യുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള വികാരങ്ങൾ ഇവിടെ സ്ഥാനമില്ല, എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നായകളെ പിടിച്ച് അത് പ്രത്യേകമായി ഷെൽട്ടറിലേക്ക് മാറ്റണം, പിടികൂടാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണം, ആരെങ്കിലും തടഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഒരു ദയയും ഇതിൽ ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാലിയോടാണ് കോടതി പറഞ്ഞത്. ഈ തൽക്കാലം നിയമം നിങ്ങൾ മറന്നേക്കൂ, ഈ തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള നടപടികൾ നിർദ്ദേശിച്ച് അതുമായി മുന്നോട്ട് പോകാനാണ് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതായത് തെരുവുനായ പ്രശ്നത്തിൽ ഒരു നിർണായകമായ വിധി തന്നെയാണ് സുപ്രീം കോടതി ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ എല്ലാ നായകളെയും 8 ആഴ്ചക്കകം പിടികൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.